ഇതാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റുന്നത്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം, ക്ലച്ച്, ബാക്കിൽ ബ്രേക്ക്, അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമോ, ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടുമ്പോൾ എന്തെങ്കിലും ഓടിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. പിന്നെ അത്യാവശ്യം ക്ലച്ച് CVT ക്ലച്ചൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. അതേപോലെ ഓയിൽ ചേഞ്ചിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നോക്കണം. ഇതെല്ലാം കൂടിയിട്ട് അതായത് ബ്രേക്ക് സ്വിച്ച് അതിനോടനുബന്ധിച്ച് തന്നെ എല്ലാ ഭാഗങ്ങളും നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. ഇത് ബാക്കിലെ ബ്രേക്ക് ലൈനറാണ്, ബ്രേക്ക് ഷൂ. അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്കതിൻ്റെ ഈ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ, എയർ ഫിൽറ്റർ നമുക്ക് അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷെ മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഒറിജിനലാണ്. അപ്പോൾ നമുക്കതൊന്ന് ശരിക്കും തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല കേട്ടോ. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ക്ലച്ചിൻ്റെ ഭാഗത്തില്ല. ഓയിൽ ലീക്കോ അത് ശരിക്കും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലൊക്കെ ചില കേസിലൊക്കെ കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ നിലവിൽ ഈവൻ നമുക്കിതിന് വേറെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. അതേപോലെ തന്നെ എൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ സെറ്റ്, ബോസ് ഡ്രൈവ് ഒക്കെയാണ്. അത് നിലവിൽ കംപ്ലയിൻ്റ് ഇല്ല. ഇത് CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് പറയാം. ആ ക്ലച്ച് വെയിറ്റ് സെറ്റും സ്പ്രിംഗ് ലോഡായിട്ടൊക്കെ ബെൽറ്റ് അതിൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ വർക്കിംഗ് പക്കയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഭാഗത്ത് എന്ന് പറയുമ്പോൾ കിക്കർ വീലാണ് വരാം. ഈ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. കാരണം എപ്പോഴെങ്കിലും നമുക്കൊരു സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് കിക്കർ അപ്ലൈ ചെയ്യേണ്ടി വരും. സാധാരണ രീതിയിൽ നമ്മൾ കിക്കർ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കിക്കർ സ്റ്റാർട്ട് ചെയ്താൽ പൊന്തി വരാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനായിക്കൊണ്ട് നമുക്കതൊക്കെ ഒന്ന് അഴിച്ചൊന്ന് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്കിതുമേ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നല്ലതാണ്. ബെൽറ്റ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കണേ. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള ബാറ്ററിയുടെ കേസ് കൂടി നോക്കണുണ്ട്. ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. വണ്ടി മേടിച്ചപ്പോൾ അതുമ്പോൾ വന്നേക്കണ ബാറ്ററിയാണ്, കമ്പനി അയച്ചണ ബാറ്ററിയാണ്. നമുക്ക് 12 വോൾട്ട് വന്ന ബാറ്ററിയാണ്, 4 ആമ്പിയറിൻ്റെ. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 12.78 വരെ കാണിക്കുന്നുണ്ട്. 12 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കറക്റ്റ് ഇതിനകത്ത് കാണിക്കും അളവ്. നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്ററിയുടെ കണ്ടീഷനിൽ ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയെന്ന് പറഞ്ഞാണ്. ഫ്രണ്ടും കൂടി അഴിക്ക് ബ്രേക്ക് ചെക്ക് ചെയ്തിട്ട് ബ്രേക്ക് ക്യാമൊക്കെ നമുക്ക് ഗ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും. ഈ സൈഡിലൊക്കെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഹാൻഡിൽ നമ്മൾ തിരിയണ സമയത്ത് ഇവിടെ ഒരു ടച്ചിങ്ങും വന്നുണ്ട്. ഈ ഹാൻഡിൽ ഇവിടെ ഒരു ചെറുതായിട്ടൊന്ന് മുട്ടണുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടാക്കാം. പിന്നെ ടയർ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ലൈറ്റ് സ്വിച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് നോക്കണുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വന്ന് ഓർക്ക് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട് കേട്ടോ. ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ അപ്പോൾ നമുക്ക് ജനറൽ സർവീസ് വേറെ പാർട്സുകളായിട്ടൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. നമുക്ക് എൻജിൻ ഓയിലും അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ് അതൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തരാം. അപ്പോൾ ഒന്ന് നോക്കിയാൽ അതേപോലെ വീഡിയോ ഒക്കെ ഒന്ന് ഇടയ്ക്ക് കണ്ടോളൂ. ഇപ്പോൾ നിലവിൽ വേറെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട വേറെ കംപ്ലയിൻറ്റ്സും നിലവിലില്ല. സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ കേസ് എന്ത് പറയേണ്ടായിരുന്നു, ഹാൻഡിൽ വെട്ടുള്ള കാര്യങ്ങളോ. അപ്പോൾ നിലവിൽ പ്രത്യക്ഷ നമ്മൾ നോക്കുമ്പോൾ അതിന് വേറെ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യണമെന്നില്ല. അതിൻ്റെ അടിയോ കാര്യങ്ങളോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം, ഒന്ന് ചെക്ക് ചെയ്തേക്കാം. എന്തെങ്കിലും വേറെ അങ്ങനെ പറയാം മേജറായിട്ടൊരു കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. എസ്റ്റിമേറ്റും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കാം, നോക്കിക്കോളൂ.